ഈ സാശ എന്താ വെച്ചാൽ എന്നോട് കൂടെ ഒന്ന് പറ. ഞാൻ കണ്ടില്ല ഇവിടെ ബോറടിച്ച് നിൽക്കുന്നത്. മിസ്റ്റർ ജെ പി, താങ്കളോട് ഇവിടെ ബോറടിച്ച് നിൽക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. അതാ അവിടേക്കാണ് ക്യാബിൻ. അവിടെ പോയി എന്താന്ന് വെച്ചാൽ ചെയ്തോ. കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഫോൺ വിളിക്കാൻ. ഓ സോ സാഡ്. ഗേൾ ഫ്രണ്ട്സോ? അത് ഒരു രസമില്ല. നമ്മൾ ഒരുപാട് സംസാരിച്ചതല്ലേ, താൻ പുതിയതല്ലേ, തന്നോട് സംസാരിക്കാൻ ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ്. സോറി, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓ എനിക്ക് വേണ്ട, ഞാൻ തൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോളാം. വൈദ്യുതി തൻ്റെ പേരെന്താ? സാർ എൻ്റെ പേര് ജോ മാത്യു. ഓ താനിവിടുത്തെ? സാർ ഞാൻ ജൂൺ സാറിൻ്റെ പി ആണ്. ജൂൺ സാറോ? അതാരാ? സാർ രമോ, എൻ്റെ ഫോണൊക്കെ കഴിഞ്ഞ് താഴെ പോയനെ. എത്ര ഗേൾസിൻ്റെ നമ്പർ പോയി പോയനെ, ഒന്ന് എഴുതി വെച്ചിട്ട് കൂടെ ഇല്ല. എന്താണോ സാർ എന്തായത്? ഞാൻ ഇവിടുത്തെ ആരാ? എന്താ മാം? ആ എടാ കാർത്തികേ, നിന്റെ മാഡത്തിന് കാര്യമായിട്ട് എന്ത് പറ്റി? പെരുന്നാൾക്ക് തലേങ്ങ എവിടെ അടിച്ചു പോയെന്ന് തോന്നുന്നു. ഇത് ആരാന്ന് ചോദിക്കുന്നു. സാർ ഒന്ന് പതുക്കെ പറ, ആരെയും കേൾക്കും. ഞാൻ ഇവിടുത്തെ ആരാണ്? എന്താ നിങ്ങളെല്ലാവരും കൊണ്ടെത്തിരുന്ന എല്ലാ ഫയൽസും ഒപ്പിടാനിരിക്കുന്ന ഒരു മരക്കോലമായിട്ടാണോ നിങ്ങളെല്ലാവരും കാണുന്നത്? മരക്കോലോ? യു ലുക്ക് റിയലി സ്റ്റണ്ണിംഗ് മിസ് ജിയോണ. മരക്കോല എന്ന് ഒരിക്കലും ഞാൻ തന്നെ പറയൂ. ഓ ഇങ്ങീരതിൻ്റെ ഇടയിൽ മാം ഇയാളെ കൊല്ലാതെ വിട്ടാൽ മതിയായിരുന്നു. കൺട്രോൾ ജെ പിയുടെ ഉണ്ട്. അയാളൊരിക്കലും നമ്മളെ കമ്പനിയിൽ നിന്ന് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകാൻ പാടില്ല. കൺട്രോൾ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് മിസ്റ്റർ ജെ പി. നിങ്ങളിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്യാബിനിലേക്ക് പോവാം. ഇത് നിങ്ങളുടെ ഓഫീസ് മാറ്ററാണ്. നോ മിസ് ജിയോണ. ഇപ്പോൾ ഞങ്ങൾ ഈ കമ്പനിയുടെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൂടി ബാധിക്കും. ഐ എം നോട്ട് ഇൻറ്റർഫിയറിങ് എനിത്തിങ്. ജസ്റ്റ് കണ്ടിന്യൂ. എനിവേസ് ആശ, എന്തെങ്കിലും ഒരു കാര്യം അറിയുമ്പോൾ അത് നീ എന്നെ അറിയിക്കണ്ടേ? അതും നമ്മുടെ കമ്പനിയുടെ അടുത്തറയെ പോലും ബാധിക്കാവുന്നൊരു കാര്യം. ദൈവമേ, എന്ത് കാര്യം? ഗ്രൂപ്പിൻ്റെ CEO ഇതല്ലെന്ന് പറഞ്ഞു. അത് പറയാത്തതിനായിരിക്കും. അത് മയക്കുമരുന്ന്. ആശ, നിന്റെ ജോലി പോയി. എന്താ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇതുപോലൊരു മിസ്റ്റേക്കിന് നിനക്ക് ഇപ്പോൾ തന്നെ ഡിസ്മിസൽ എഴുതിയാൽ വേണ്ടത്. ഇത് ഇച്ചായൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇച്ചായനോട് ഇത്രയ്ക്ക് ആൻസറിനെ കൊള്ളാലോ. ആശ, ഡു യു ഹിയർ മീ? നീ എന്താ ആലോചിച്ച് കൂട്ടുന്നേ? ഇപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാൻ സാധിക്കുമോ? ജസ്റ്റ് ടെൽ മീ ഡാം ഇറ്റ്. അത് ഞാൻ വൈകിയ അത് മാം TK ഗ്രൂപ്പ്സ് അതിന് ഞാൻ ഇൻഫർമേഷൻ. ഏയ് കുക്കി, എന്താ നീ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതല്ലേ മോളെ, ഒരു സ്പൈ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അതാരാന്നോ എന്താണോ ഒന്നും അറിയില്ല. നീ ഞാൻ പറഞ്ഞതല്ലേ, ആശയോട് ഞാനാ പറഞ്ഞത്. നീ എന്തിനാ അവളെ വെറുതെ? ജൂൺ സാർ? ഓ ഇതാണോ ജൂൺ സാർ? ഇച്ചായൻ ഒന്നും പറയണ്ട, എന്നോടെല്ലാം മറിച്ച് വെച്ചിട്ട്. ഇതാണ് ഇവളുടെ ഇച്ചായൻ. അച്ഛന് ഒത്തിരി കാര്യം കേൾക്കുമ്പോൾ ആശയോടാണോ പറയുന്നത്? എന്നോട് പറഞ്ഞതിന് പകരം എന്തായാലും ഈ ഒരു അറിഞ്ഞതിന് ശേഷം മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ തന്നെ ആ സ്പൈ ഈ ഓഫീസിന് പുറത്ത് കടന്നിരിക്കണം. സ്പൈ, ഇൻട്രസ്റ്റിംഗ്. നല്ല സമയത്താണ് എന്തായാലും വന്നത്. ലേറ്റ് ആയെങ്കിൽ എന്താ, ലേറ്റസ്റ്റ് ന്യൂസൊക്കെ അറിയാൻ പറ്റിയല്ലോ. കാർത്തിക് പൊക്കൊണ്ടോ? നല്ല ഡ്രാമ നടക്കുന്നത്, ഒരു മൂവിയേക്കാൾ കുറവൊന്നുമല്ല. എന്താ ഇതെങ്ങനെ നോക്കുന്നേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ. ഷോ ഇത് അറിവായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടിന്യൂ. മോളെ, അത് ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൂടുതൽ സ്ട്രെസ്സിലാക്കേണ്ടെന്ന് കരുതി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ ആശയോട് ഞാൻ പറയാൻ കാരണം അവളെ റിക്രൂട്ടിംഗ് ടീമിൻ്റെ ഹെഡ്, അതുകൊണ്ട് മാത്രം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു ഡീറ്റെയിൽസും ഇല്ല. അതറിയാൻ വേണ്ടില്ലേ ഞാൻ ഇന്ന് പോയത്. ഇനിയിപ്പോൾ നീ ഇവിടെ വേണ്ട. നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടിയതിന് ശേഷം മാത്രം നമുക്കൊരു ആക്ഷൻ എടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വെറുതെ ഒരു നിരപരാധിയെ ഇവിടുന്ന് ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ പോലെയല്ല, ഈ സ്പൈ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴേക്ക് നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, സ്പൈൻ്റെ കാര്യമായിരുന്നു ഞാൻ കരുതി. പക്ഷേ സ്പൈൻ്റെ കാര്യം വന്ന് ഈ ചേപ്പിയിലെത്തും. അതോടെ മാമേ മനസ്സിലാവും ഇയാളല്ല കിഡ്നാപ്പ് ചെയ്യുന്നു. അതോടെ വീണ്ടും ഞാൻ കുടുങ്ങിയല്ലോ ദൈവമേ. സെക്യൂരിറ്റി ക്ലോസ് ഓൾ ദ ഡോർസ്. ഒറ്റയാൾ പോലും ഇവിടുന്ന് പുറത്തു പോകരുത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാവരും പ്രസൻ്റ് ആണോ? യെസ് മാം, എല്ലാവരും പ്രസൻ്റ് ആണ്. ഓക്കെ എവരിവൺ ലിസൺ. എൻ്റെ കയ്യിൽ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. സോ whoever is the spy is just come forward. നോക്കിയിരുന്നോ, ഇപ്പൊ വരും. ഞാൻ ഇന്നലെ പറഞ്ഞോടും ഓടി വരുന്ന ആളായിരിക്കില്ല സ്പൈ, നിങ്ങൾ നന്നായിട്ടറിയാം. ബട്ട് ഞാനായിട്ട് അയാളെ കണ്ടുപിടിച്ച കോൺസിക്വൻസസ് വിൽ ബി സിവിയർ. നിങ്ങളായി മുന്നോട്ട് വരുന്നതായിരിക്കും നല്ലത്. എങ്ങനെ വരാനാ? സ്പൈ ഇതേ നിൽക്കുന്നു മാഡത്തിൻ്റെ സൈഡിൽ തന്നെ. അതെങ്ങനെ പറയുക? ഓക്കെ, ആരും വരില്ല. ഓക്കെ, ആരും വരില്ല അല്ലേ? ഫൈൻ. പക്ഷേ 1 ഇയറിനുള്ളിൽ നമ്മൾ അപ്പോയിൻ്റ് ചെയ്ത എല്ലാവരെയും ഉച്ചയ്ക്കുള്ളിൽ ഡിസ്മിസ് ചെയ്തിരിക്കാം. എല്ലാവരുടെയും റെസിഗ്നേഷൻ ലെറ്റർ എനിക്ക് എൻ്റെ ടേബിളിൽ കാണാം. ഓക്കെ? എന്താ ജിയോണ നീ പറയുന്നേ? എത്ര പേര് ഒരു തെറ്റും ചെയ്യാതെ അവരുടെ ജോലി നഷ്ടപ്പെടും. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇച്ചാൻ ഇതിൽ ഇടപെടണ്ട. അല്ലെങ്കിൽ ഇച്ചാൻ തന്നെ പറ ആരാ സ്പൈ എന്ന്. ഇതറിയാതെ ഇന്ന് ഈ റൂമിൽ നിന്ന് ആരും പുറത്തേക്ക് പോകുന്നില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാറുള്ളൂ. ഇതാണ് എൻ്റെ ശരി. ഈ കമ്പനിയാണ് എനിക്ക് വലുത്. മറ്റുള്ളവരുടെ ഇമോഷൻസ്, അവരുടെ ജോലി, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ താൻ തന്നെ പറ ആരാ സ്പൈ എന്ന്. സ്പൈ എന്ന് പറഞ്ഞാലോ എത്ര പേരുടെ ജോലി അയാൾ കാരണം നഷ്ടപ്പെടാൻ പോകുന്നത്. പക്ഷേ ഞാൻ എങ്ങനെ പറയും? എൻ്റെ കൈ എന്ത് തെളിവാണുള്ളത്? ഇങ്ങനല്ല ചെയ്യൂ എന്ന് മാത്രം. ഫാസ്റ്റ് 1 ഇയറിനുള്ളിൽ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരും വേഗം റെസിഗ്നേഷൻ ലെറ്റർ ആശയുടെ കൈ കൊടുക്കുക. ആൻഡ് ലീവ്. പിന്നെ ഒരിക്കൽ പോലും ഈ ഓഫീസിൽ നിങ്ങളുടെ മുഖം കാണരുത്. മോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ആളുകളുടെ ജോലി it's impossible to rectify her. I don't know what to do. തടയാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ. എക്സ്ക്യൂസ് മീ മിസ് ജോണ, കൃത്യമായി ആരാ സ്പൈ എന്നറിയാതെ എല്ലാവരെയും പിരിച്ചുവിടുന്നത് ശരിയാണോ? എത്ര പേരുടെ ജോലിയിൽ നഷ്ടപ്പെടും? പിന്നെ ആ സ്പൈ ഇവിടെ 1 വർഷത്തിനുള്ളിൽ തന്നെ ജോലിയിൽ കയറിയതാണ്. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഒരുപാട് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ സ്പൈന് തുടങ്ങാൻ ചാൻസ് ഇല്ലേ? വാട്ട് അബൌട്ട് ദാറ്റ്? എല്ലാ പോസിബിലിറ്റീസും നോക്കിയിട്ട് മാത്രം വേണ്ടേ നമ്മൾ തീരുമാനം എടുക്കാൻ? ഇങ്ങനെ എടുത്തു ചേർന്നത് ശരിയാണോ? വെയിറ്റ്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ. നോക്ക്, ഇവിടെ 1 വർഷമായി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും ഈ ജോലി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ. നമ്മളെപ്പോലെ വെള്ളിമത്തേക്ക് കിടന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇറ്റ് വിൽ ബി റിയലി ഹാർഡ് ഫോർ ദം ടു ലീവ്. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇതിൽ ആ സ്പൈ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. സോ കൃത്യമായി ഒരു നിലപാടിലെത്തണം. Give me a chance. I will prove it. I will catch the culprit. Trust me, Miss Fiona. I don't trust anyone, Mr. JP. But നിങ്ങൾ ഇത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ I can give you a chance. But only a single chance. Okay, Miss Fiona. എനിക്ക് ഒന്ന് സൈഡ് മാറിക്കേ. ഓക്കെ മിസ്റ്റർ ജൂൺ റൈറ്റ്? നിങ്ങൾ ജിയോണ, ആശ, ജോ, നിങ്ങളെല്ലാവരും ഈ സൈഡിൽ മാറി നിൽക്കും. പിന്നെ കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? റോസ് റൈറ്റ്? കുട്ടി ഇവിടേക്ക് മാറി നിൽക്കും. ആൻഡ് ഓൾ അതേഴ്സ് ഒരു ലൈൻ ഫോം ചെയ്തിട്ട് 1 by 1 ആയി എൻ്റെ അടുത്തേക്ക് വാ. അഭിനയമായിരിക്കും. ഇങ്ങനെ തന്നെ സ്പൈ, എന്നിട്ട് അവസാനം ഇങ്ങനെ തന്നെ ആളെ കണ്ടുപിടിച്ചിട്ട് ഏതോ പാവത്തിൻ്റെ പിടയിലേക്ക് വെച്ചു കൊടുക്കാനായിരിക്കും. എന്താണ് ചെയ്യാൻ പോകുന്നത്? അനു സാർ. താനെന്തിനാണ് ഇത്ര നെർവസാണ്? എൻ്റെ വീട്
നമ്മുടെ കാറ്ററിംഗ് കോഫി ഷോപ്പിന്റെ സൈഡിലെങ്ങാനും ആണോ? യെസ്, അതെ, അതിന്റെ ലെഫ്റ്റ് സൈഡിലാ. സാറിന് എങ്ങനെ മനസ്സിലായി? Most of the beautiful girls are from there, so I guessed it. Okay, Anu, you may go now. And this is my card. If you can come, please join me on a date today. ബെസ്റ്റ്. നിങ്ങൾക്ക് ഫ്ലേർട്ട് ചെയ്യാൻ കുറച്ച് ടൈം വേണം. അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാം ഇവിടെ കുന്തം പോലെ നിർത്തിയേക്കുന്നത്. Okay, next. Hey, not you. That beautiful girl. In the corner. Yeah, you. Come here. What the hell is going on? ഇങ്ങിരുന്ന് എന്താ ചെയ്യുന്നേ? മോളെ, പ്ലീസ് കൺട്രോൾ. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അറിയില്ല നിനക്ക്? ഇയാൾക്ക് നമ്മൾ കുറച്ച് ടൈം കൊടുത്തില്ലേ? എന്താ ചെയ്തോട്ടെ, ശേഷം നമുക്ക് നോക്കാം. പ്ലീസ് കൺട്രോൾ യുവർ ടെമ്പർ. ഓക്കെ എവ്രിവൺ, എല്ലാവരും കഴിഞ്ഞോ? ഇനി ആരും ബാക്കിയില്ലല്ലോ? ഓക്കെ. ആൻഡ് the spires none other than you. ഞാനോ? സത്യം ഞാനല്ല. എന്തായി പറയുന്നത്? സത്യം ഞാനല്ല. Hey, Asha, not you. Behind you. ജോ എന്തായി പറയുന്നേ? ചോയോ? Yes, of course. What? ഞാനോ? No, ma'am. എന്തായി പറയുന്നേ? ഞാനോ? I'm not. എന്തായി പറയും? ഞാൻ എന്നോട് എത്ര വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. No, I'm not the spy. No, please believe me. Ma'am, please. ഓഹോ, ഡ്രോപ്പ് ദാറ്റ് മാൻ. എത്ര നേരം അഭിനയിക്കും? ഇയാളാണ് ആശ. Tell the truth, Asha, please. പക്ഷേ നോ സർ, ജോ ഒരുപാട് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നതാ. Years doesn't matter, Asha. Years doesn't matter. വർഷം ഒന്നിനെയും സാധൂകരിക്കുന്നില്ല, അല്ലേ മിസ് ജിയോണ? പക്ഷേ ആശ, ഡോണ്ട് ആർഗ്യൂ. ജെപി പറഞ്ഞത് ശരിയാണ്. Years doesn't matter. What matters is the loyalty. Mr. JP, why? What's the reason that you say he's the culprit? Reason? It's mere psychology, Miss Giona. ഞാനിവിടെ വന്ന ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഇയാളെ നോട്ട് ചെയ്തിരുന്നു. കാരണം ഹിസ് ബിഹേവിയർ വാസ് റിയലി ഫിഷി. ആശയോട് ഞാൻ അനാവശ്യമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വല്ലാതെ ഇറിറ്റേറ്റ് ആവുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അവളുടെ ജോലിക്കൊരു തടസ്സമാവുന്നുണ്ടായിരുന്നു. ബട്ട് ദിസ് ഗൈ ജോ, അതിൻ്റെ ഒരു എസൻസ് പോലും അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നില്ല. വൈ? ബിക്കോസ് ഹി വാണ്ട് ടു നോ എവറിത്തിങ്. സംസാരിക്കുന്നതിൽ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ ആവശ്യം സംസാരിക്കുന്നതാണ്. സംസാരത്തിലൂടെ നമ്മൾ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും അവന് കളക്ട് ചെയ്യണമായിരുന്നു. പിന്നെ ടിക്കി ഗ്രൂപ്പ്സ് ഇവിടെ എത്തുന്ന കാര്യം, അതിലേക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഈ ജോ മാത്യുവിനെ എനിക്ക് ചെറിയൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ആളുടെ പെരുമാറ്റം കാരണം ഐ ആം ഷുവർ ഹി ഈസ് ദ വൺ. ഞാൻ നിങ്ങളുടെ എല്ലാം ഈ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് മറ്റ് എംപ്ലോയീസിനെ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ റിലീഫ്, ആ റിലാക്സേഷൻ, അയാളെ എനിക്ക് സംശയമില്ല പിടിക്കപ്പെടില്ല എന്നുള്ള ധൈര്യം, അത് തന്നെയാണ് ഇയാൾ കുടുക്കിയത്. ഇയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു എനിക്ക് അറിയേണ്ടത്. ബട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാവരും ഇന്നസെൻ്റ് ആണ്. ആൻഡ് ഹി ഈസ് ദ ഓൺലി കൾപ്രിറ്റ്. ഇവൻ കാരണം ഇവിടെ ഒരുപാട് പാവങ്ങളുടെ ജോലി പോയാനെ. What the actual hell is this? ഇതെന്താ? നോ, ഒരു പ്രൂഫും ഇല്ലാതെ എൻ്റെ പേരിൽ ഇങ്ങനെ പഴിച്ചു തരാൻ പറ്റില്ല. സൈക്കോളജിയോ? വാട്ട് സൈക്കോളജി? ഞാനും ഇവിടെ ടെൻഷനിലായിരുന്നു. ആരാണ് സ്പൈ എന്നറിയാതെ. നത്തിങ് എൽസ്. അതായത് ടിക്കി ഗ്രൂപ്പ്സ് ഇവിടെ എത്തുന്ന കാര്യം ഞാൻ എവിടെ ലീക്ക് ചെയ്തിട്ടില്ല. അതെ സർ, ജോ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. എന്നാ അപ്പോഴേക്ക് മീഡിയാസിൻ്റെ അടുത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ലീക്കായിരുന്നു. അപ്പോൾ അവരെങ്ങനെ ഇതെല്ലാം പുറത്തു പറഞ്ഞ സാറ് പറയുന്നത്? മാം പ്ലീസ് മാം, ഇയാൾ വെറുതെ തന്നെ കൊടുക്കാൻ നോക്കുക. ഐ എം ഷുവർ ഇയാൾക്ക് ഇതിലെന്തോ പങ്കുണ്ടാവും. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല മാം. പ്ലീസ് മാം, അയാളുടെ അടുത്ത് എന്ത് പ്രൂഫ് ഉള്ളത്? ഒരു പ്രൂഫും ഇല്ലാതെ. ഐ ഡോണ്ട് ട്രസ്റ്റ് എനിത്തിങ് വിത്തൗട്ട് പ്രൂഫ് മിസ്റ്റർ ജെ പി. ഈ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? എൻ്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല.
മാം കണ്ടില്ലേ, ഇയാളെ വെറുതെ വായി തോന്നി എന്തോ വിളിച്ചു പറയാ. ദർ ഇസ് നോ പ്രൂഫ്. പ്ലീസ് മാം, പ്ലീസ് ബിലീവ് മീ മാം, പ്ലീസ്. വാട്ട് ഇസ് ദിസ് മിസ്റ്റർ JP? ഒരു പ്രൂഫ് ഇല്ലാതെയാണോ നിങ്ങളിതൊക്കെ പറയുന്നത്? നോ, നിങ്ങളുടെ സൈക്കോളജി അതിലൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഐ നീഡ് പ്രൂഫ്. എൻ്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രൂഫ് ഇല്ല എന്നല്ലല്ലോ. ജസ്റ്റ് ചെക്ക് ഹിസ് ഫോൺ, ലാപ്ടോപ്പ് ഒരു എനിത്തിങ്, എല്ലാ പ്രൂഫും അതിൽ കാണും. എന്തായാലും ഓവർ കോൺഫിഡൻസ് കാരണം അവൻ ഇവിടുത്തെ PA പോലും ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ്റെ ലാപ്ടോപ്പിലും മൊബൈൽ ഫോൺസിലുള്ള ഡാറ്റാസ് അവൻ ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് ചെക്ക് ഇറ്റ്, ഐ എം ഷുവർ അതിലെ എല്ലാ ഡീറ്റെയിൽസും കാണും. മൊബൈൽ ഫോൺ അതിനൊന്നും ആവശ്യമില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ തിങ്. അതിലെൻ്റെ ഒരുപാട് പ്രൈവറ്റ് ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അത് തരാൻ പറ്റില്ല. If you are innocent, then hand over your phone. പ്രൈവറ്റ് ഫോട്ടോസോ എന്നാൽ എന്തായാലും കണ്ടേ പറ്റുള്ളൂ. നോക്കട്ടെ, നിന്റെ ഗേൾഫ്രണ്ട് കാണാൻ കൊള്ളവൻ നീ എടുക്കടാ. ഗുഡ് കൊള്ളാലോ. ഓക്കെ, ഷോ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഗേൾ ഫ്രണ്ട്. അതെല്ലാം എൻ്റെ പ്രൈവറ്റ് തിങ്സ് ആണ്. പ്ലീസ് അത് ഓപ്പൺ ചെയ്യണമെന്ന് പറയൂ. തന്നെ ഗേൾ ഫ്രണ്ടായിട്ട് എന്താടോ അധികം ചാറ്റൊന്നും ഇല്ലല്ലോ. നോക്കട്ടെ, TK ഗ്രൂപ്പ് CEOs arriving. ഇത്തരം കോൺഫിഡൻഷ്യൽ മെസ്സേജസ് താൻ ആർക്കും അയച്ചത്? അതും ഞാൻ വരുന്നതിൻ്റെ 1 day മുമ്പ്. ദാറ്റ് മീൻസ് തനിക്കിത് ആദ്യം ഇതിനെക്കുറിച്ച് അറിയായിരുന്നു. എങ്ങനെ? ആശയ്ക്ക് മാത്രം അറിയുന്നൊരു ഇൻഫർമേഷനാണ് ഇതെങ്കിൽ എങ്ങനെയാ താൻ ഒരു ദിവസം മുമ്പ് ഇതറിഞ്ഞത്? പിന്നെ ആശയുടെ മുമ്പിൽ എന്തിനാ ഒന്നരത്തെ പോലെ അഭിനയിച്ചത്? എവറിത്തിങ് ആർ സസ്പീഷ്യസ്. ആൻഡ് ഹൂ ഇസ് ദിസ് പേഴ്സൺ? ആർക്കാണ് നീ ഇങ്ങനൊരു മെസ്സേജ് അയച്ചത്? ഞാൻ മാം ആശയോട് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. അല്ലാതെ എനിക്കെങ്ങനെ അറിയാനാ? പിന്നെ പിറ്റേ ദിവസം ആശ പറഞ്ഞപ്പോൾ എന്നോടപ്പോഴത്തേക്ക് അത് മറന്നുപോയി. അതാ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് അയച്ചത്. ജസ്റ്റ് TK ഗ്രൂപ്പിന് CEO എല്ലാവരുടെയും വരില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ആർക്ക് അയച്ചതാ? ഗേൾ ഫ്രണ്ടിനാണോ? തൻ്റെ ഗേൾ ഫ്രണ്ടിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. താനെന്തിനാണോ ഇത്ര പാനിക്കാവുന്നത്? തൻ്റെ ഗേൾ ഫ്രണ്ട് അത്രയ്ക്ക് സുന്ദരിയാണോ? ഞാനവളെ അടിച്ചുകൊണ്ടൊന്നും പോയില്ലടോ. അവളിപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട അതിനവളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. എങ്കിലും നിന്നെ വിചാരിച്ച് ഞാൻ വിട്ടാന്നേക്കാം. ഇറങ്ങിയെന്നുണ്ടല്ലോ. എന്താ ഒറ്റ ഇറങ്ങി തന്നെ അവൾ എടുക്കുവോ? എങ്ങനെയാടോ? സൗണ്ടൊക്കെ കൊള്ളാവോ? ഹലോ ജോ, എന്താ പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? എന്നോട് കോൾ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണെങ്കിലും മെയിൽ ചെയ്താൽ മതി. നീ ഇങ്ങനെ കോൾ ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ ആരെങ്കിലും കണ്ടാലോ? ഹലോ ജോ. ഹലോ ബേബി. ബേബിയോ? ജോ, നിനക്ക് എന്താ പറ്റിയത്? നീ ആരോടെ സംസാരിക്കുന്ന അറിയാമോ? മോനിക്ക റീജനോട്. ഓ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? JPയോട്. JP മീൻസ് ഷിമിൻ പാർക്ക്. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയമില്ല ആൻറ്റി. സോ ലെറ്റ് മീ കോൾ യു ലേറ്റർ. ബൈ. ഹലോ ഷിറ്റ്. ഓ എൻ്റെ ജോ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഒരു സുന്ദരി കൊച്ചിൻ്റെ ശബ്ദം കേൾക്കുന്ന വരുന്നപ്പോൾ ആ കിളവി മോനിക്ക്. അതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്. ടൂ ലോ ബ്രോ, ടൂ ലോ. തൻ്റെ ടേസ്റ്റ് വളരെ ലോ ആണ്. Just give me damn phone, you bloody fucker. Shit. ഇതൊക്കെ ഞങ്ങൾ നിന്നോട് ഉപയോഗിക്കുന്ന ഡയലോഗ്സ് അല്ലേ? പിന്നെ തൻ്റെ ഫോണിൽ ഇനി ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ എല്ലാ ഇൻഫർമേഷൻസും തന്നെ ലീക്ക് ചെയ്തതും ഈ ഫോണിൽ നന്നായിട്ടുണ്ടാവും. സോ ഈ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചോളാം. തനിക്ക് തിരിച്ചിടാൻ പറ്റില്ല കേട്ടോ. സോ സാഡ്. നല്ല വിഷമമുണ്ടല്ലോ. എന്താ തൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ നമ്പേഴ്സ് ഇതിലുണ്ടോ? We can understand you, bro. We can understand. Ma'am, it's all a trap, man. ഞാനൊന്നും ചെയ്തിട്ടില്ല. Oh, that was tough. You bloody liar. ഞാൻ എന്താ ഏറ്റവും വെറുക്കുന്ന അറിയോ? Lies. I hate lies the most. And you're one of them. Jaya, call the cops and take him away. ഇവൻ ഒരിക്കലും പുറലോകം കാണരുത്. Oh, I'll destroy you all. Just wait and watch. Bye. ഞങ്ങൾ കാത്തിരുന്നാളാ കേട്ടോ. ഓ കാർത്തികേ. 1 minute, Mr. JP. Actually,
actually I want to say that I'm ഓഹോ മിസ് ജിയോണ, ഒരു താങ്ക് യു പറയാൻ ഇത്ര ഗസ്റ്റേഷനോ? ഓക്കെ, ഐ ക്യാൻ ഹെൽപ്പ് യു ദാറ്റ്. താൻ താങ്ക് യു പറയാൻ ഇത്ര ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ലെറ്റ്സ് മേക്ക് ഇറ്റ് ആസ് എ ഡേറ്റ്, എ ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ്. I want a thanks only in that form. Otherwise, tell me that you are thankful for all this. okay. I can come with you. Just send me the location. I'll reach there. Oh, cool. Then see you. Then you may take first JP. എന്തെങ്കിലും മീറ്റിംഗ് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ആശയോട് പറയാം. Bye. വാടാ കാർത്തികേ. ശരിക്കും ജോ ആയിരുന്നു. അങ്ങേര് സ്പൈ അല്ലേ? അപ്പൊ അങ്ങേരാരാ? സർ 1 മിനിറ്റ്. സാറിന് ശരിക്കും സൈക്കോളജി അറിയോ? സാർ എങ്ങനെയാ അത് കറക്റ്റായിട്ട് ഇത് സ്പൈ അയാൾ തന്നെയാണ് കണ്ടുപിടിച്ചത്? പിന്നെ സൈക്കോളജി PhD എടുത്ത് ഇരിക്കുമല്ലേ ഞാൻ. എൻ്റെ കാർത്തിക് താൻ ഇത്ര മണ്ടനായി പോയല്ലോ. പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ ഓസ്കാർ അഭിനയത്തിൽ ആരാ വീഴാത്തെ? സത്യം പറ സാർ. എൻ്റെ പൊന്ന് കാർത്തികേ, എനിക്ക് സൈക്കോളജി അറിയില്ല, ഒരു മാങ്ങാത്തോലും അറിയില്ല. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നൈറ്റ് ക്ലബ് തനിക്ക് ഓർമ്മയില്ലേ? ഒരു ഗേൾ എൻ്റെ അടുത്ത് വല്ലാതെ വരച്ചാൻ വന്നത്. അവിടെ നമ്മുടെ സ്വന്തം ജോ അയച്ചതാ. ആടോ. ഇവിടുത്തെ എവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നേ? അത് she's spying on me. Good. You dance really well. You also, mister. പേരും നാളൊക്കെ അറിയണമായിരിക്കും. ഷിപ്പി, you can call me that. Oh, okay. But full name? A secret. ചോദിക്കുമ്പോഴേക്ക് അങ്ങ് പറയാന്ന് കരുതിയോ? എന്നാലും എന്തായാലും ഉദ്ദേശം എനിക്ക് പിടികിട്ടാതെ. Oh. Hey, what are you doing? What's wrong? I'm just having some fun, you know? Fun? ഓ, അപ്പൊ എന്നെ വശീകരിക്കലാണ് ഇവിടെ ഉദ്ദേശം. എന്നിട്ടല്ല രഹസ്യങ്ങളും ചോർത്താനായിരിക്കും ഇപ്പൊ നടക്കും ഈ ജീപ്പിയുടെ അടുത്ത് വെളുക്കളി. ജസ്റ്റ് ഇറ്റ് ലോസ് ഗേൾ. തന്നെപ്പോലെ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരാളുടെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. ആൻഡ് ഗെറ്റ് ലോസ്റ്റ് ഫ്രോം മൈ സൈറ്റ്. I will see you later. Oh, but I don't want to see your disgusting face, girl. സാർ, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? മീറ്റിംഗ് ഇതാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കാറെന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. കാർത്തിക്, വെയിറ്റ് എ മിനിറ്റ്, ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം. ഇതല്ലേ ഞാൻ നേരത്തെ കണ്ട ഇന്ത്യൻ കോർപ്പറേഷൻ എംപ്ലോയി? ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ഡൂയിങ്. എന്താ താൻ ആ JP ഡ്രഗ് ചെയ്തോ? മോനിക മാം പറഞ്ഞത് ഓർമ്മയില്ലേ? അയാളുടെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. എൻ്റെ ഫുൾ ഇൻഫർമേഷനോ? ഞാൻ അത്രയ്ക്കൊക്കെ ഫേമസ് ആണോ? Just hey, he's so wise. അയാള് നീ പറഞ്ഞ പോലെ ഒന്നും അല്ല. എനിക്ക് ഡിഗ്നിറ്റി ഇല്ല എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. just hating. ആരും ഒന്നര ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. But he just What? എന്ത്? പക്ഷേ from his nature I think he's a playboy. അവൻ എങ്ങനെയാ നിന്റെ ട്രാപ്പിൽ വീഴാതിരിക്കുന്നേ? I don't know. I really don't know how he escaped. He escaped me like I'm just shit. മോനിക മാം കാത്തിരിക്കുന്നുണ്ടാവും. എന്താ ഞാൻ മാമിനോട് പറയാ? ഷിറ്റ്, ഞാൻ ഈ ക്ലബിലുള്ളതെന്ന് മാമിനെ അറിയാം. നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ ഹാപ്പി ന്യൂസാണ് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഡ് ന്യൂസ് പറഞ്ഞ. ഓഹോ, ഇൻട്രസ്റ്റിംഗ്. സോ ദിസ് ഗായ് ഈസ് ദി സ്പൈ. ഞങ്ങൾ അവിടെ വരുന്ന കാര്യം ലീക്ക് ചെയ്തത് എപ്പോൾ ഈ മഹാനാണ്. സാരമില്ല,
നാളെ ശരിയാക്കി തരാം. അപ്പോ അതാണോ കാര്യം? ഞാനും കരുതി സാറെന്താ പെട്ടെന്നൊരു പെൺകുട്ടിയെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടെന്ന്. അതും ഡിഗ്നിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടെ. സാർ വേഗം പോവാ, നമുക്ക് ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടാകും. ഹലോ ചായ, ഇച്ചായ എന്താ ഇപ്പോൾ വിളിക്കുന്നേ? ഞാൻ കരുതി ഒരുപാട് തിരക്കായിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ. പിന്നെ ഇന്നലെ രാത്രി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. ആശ 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 ഇങ്ങോട്ടൊന്നും പറയണ്ട, ജസ്റ്റ് ലിസൺ. യു നോ വാട്ട്, ഈ ജിമിൻ പാർക്ക് ആരാന്നറിയോ നിനക്ക്? ഹി ഈസ് ദ CEO ഓഫ് PKD കോർപ്പറേഷൻസ്, ദ കമ്പനി ഐ എം വർക്കിംഗ് ആസ് എ മോഡൽ. നീ നമ്മുടെ തന്നെ കുഴി കുഴിച്ചല്ലോ. വാട്ട്? ഇതെന്താ ഇത്? ആദ്യം CEO, പിന്നെ ഒരു സ്പൈ, ഇപ്പോൾ ഇത് PKD കോർപ്പറേഷൻ CEO ആണെന്നോ? ഇത് ശരിക്കും ഉറപ്പുള്ള കാര്യമാണോ? ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് അവിടെ നിന്ന് പോയി. ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഇതുവരെ ഫീസ് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ജിമിൻ പാർക്ക് എന്ന പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗോഡ്, ഇത് പറയാൻ വേണ്ടി ഞാൻ എത്ര നേരം വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുമായിരുന്നു, അതാ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞേ. This is my card. If you can come, please join me on a date today. അനു, യെസ്, ഇച്ചായ ഞാൻ പിന്നെ വിളിക്കാം. അനു, can you give me that card? JP സാർ തന്ന ആ കാർഡില്ലേ, അതെന്താ? PKD കോർപ്പറേഷൻ വിസിറ്റിംഗ് കാർഡ്. വാട്ട്? അപ്പോൾ JP PKD കോർപ്പറേഷൻ CEO